ഹലോ ചക്കരകളെ, നമുക്ക് ഒരു ഏജ് ആകുമ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസ് ഉണ്ടാകും, ഫൈൻ ലൈൻസ് ഉണ്ടാകും, മുഖം ഡള്ളാകും, ഡാർക്കാകും, ഇതൊക്കെ ഉണ്ടാകും അല്ലേ. ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ സ്കിന്നെ നമ്മളൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പോകാത്തതുകൊണ്ട്. നമ്മുടെ സ്കിന്നെ നല്ലൊരു ഈവൻ ടൂൺ സ്കിന്നാക്കി മാറ്റാനായിട്ടും ഡൾനെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ പോയി നല്ലൊരു തിളക്കമുള്ള ചർമ്മം കിട്ടാനായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ശ്രദ്ധിച്ച് തുടങ്ങിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഏജ് ആകുമ്പോഴും നിങ്ങളുടെ സ്കിന്നിൽ നല്ല തിളക്കമുള്ള ചർമ്മവും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറി അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ മുഖം ഒരു ഏജ് കഴിയുമ്പോൾ കരിവാളിച്ച് വരും, പിഗ്മെൻറ്റേഷൻ ഉണ്ടാകും, കണ്ണിനടിയിൽ കറുപ്പൊക്കെ ഉണ്ടാകും. ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പല കാര്യങ്ങളും ചെയ്തു പോകാം. അതിലുപരി നമ്മൾ ഫേസ് യോഗകളും ഫേസ് എക്സസൈസുകളും ഫേസ് മസാജുകളും ഇടയ്ക്കിടയ്ക്കുള്ള ഫേസ് പാക്കുകളും ഒക്കെ യൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഇതിനെയെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസിനെയൊക്കെ ഒന്ന് ആ മസിൽസിനെയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്തും അതുപോലെ തന്നെ ഒന്ന് ഡാർക്ക് സ്പോട്ടും കലകളും ഒന്നും ഇല്ലാതിരിക്കാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നൊന്ന് സാഗ് ചെയ്യാതിരിക്കാനായിട്ടുമുള്ള കുറച്ച് ഫേസ് യോഗയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അതുപോലെ ഫേസ് മസാജും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം വർദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ നല്ല തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ നമ്മൾ എന്താണ് അതിന് കുറച്ച് സമയം കണ്ടെത്തണം. അപ്പോൾ കുറച്ച് ഫേസ് എക്സസൈസാണ് ഞാൻ കാണിക്കുന്നത്. ഫേസ് യോഗയെന്നും പറയാം, ഫേസ് എക്സസൈസ് എന്നും പറയാം. എങ്ങനെ പറഞ്ഞാലും ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇത് നമ്മുടെ സ്കിന്നിനെ ടൈറ്റ് ആക്കാനും ആ മസിൽസൊക്കെ ഇത് സ്ട്രെച്ച് ചെയ്ത് വരുന്നത് മൂലം നമ്മുടെ ആ സ്കിന്ന് സാഗ് ചെയ്തിരിക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങൾ ആ ഒരു മുഖത്തെ മസിൽസ് ഒന്ന് നല്ലതായിട്ട് സ്ട്രെച്ച് ആകാനായിട്ട് നമ്മൾ ഇതുപോലെ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ചിരിക്കുക. നമ്മൾ സാധാരണ ചിരിക്കുന്ന പോലെ അല്ല ചിരിക്കേണ്ടത്, സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ചിരിക്കുക. ഇങ്ങനെ ചിരിക്കുന്നത് മൂലം നമ്മുടെ ആ ഒരു കവിളിൻ്റെ തുടിപ്പ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കവിളിൻ്റെ 2 സൈഡിലുമുള്ള ആ ഒരു സ്കിന്ന് സാഗ് ചെയ്യാതിരിക്കാനായിട്ടും ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ 40 വയസ്സിന് ശേഷം മെയിനായിട്ടും വരുന്ന കാര്യമാണ് സ്കിൻ സാഗിങ്. ഈ സാഗിങ് വന്നാൽ തന്നെ നമ്മുടെ ആ ഒരു മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതുപോലുള്ള ഫേസ് എക്സസൈസുകൾ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ചിരിച്ചിട്ട് ഇതേപോലെ തന്നെ സ്ട്രെച്ച് ചെയ്ത് ചിരിക്കുന്നത് ഒരു 10 വട്ടമെങ്കിലും നമ്മൾ ആവർത്തിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇനി ഞാൻ രണ്ടാമത്തെ ഈ കാണിക്കുന്ന പോലെ തന്നെ ഊ ആ എന്ന് പറഞ്ഞല്ലോ, ഊ ഇതേ രീതിയിൽ തന്നെ നമ്മളൊരു 10-15 വട്ടം ചെയ്യുക. ഇത് നമ്മുടെ ചുണ്ടിന് ചുറ്റിനുമുള്ള റിങ്കിൾസ് ഫൈൻ ലൈൻസ് എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് എക്സസൈസാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 15 വട്ടം ചെയ്യുക. ആദ്യം ഫസ്റ്റ് നമ്മൾ സ്ട്രെച്ച് ചെയ്ത് നല്ലവണ്ണം ചിരിക്കുക, അതൊരു 15 വട്ടം ചെയ്യുക. രണ്ടാമത്തെ ഇതുപോലെ തന്നെ കാണിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ചുറ്റിനുമുള്ള ചുളിവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാവരും ഒരു കാര്യം ഓർക്കുക, നമ്മൾ കൂടിയതിന് ശേഷമല്ല ഒന്നും ചെയ്യേണ്ടത്, അതിന് മുമ്പേ തന്നെ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു 40 വയസ്സ് കഴിയുമ്പം തൊട്ടേ നമ്മളിത് ചെയ്യാൻ തുടങ്ങുക. ഇല്ലെങ്കിൽ ഒരു 38 ഒരു 35 വയസ്സിന് ശേഷമൊക്കെ ഇടയ്ക്ക് ആഴ്ചയിൽ 2 വട്ടമൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളൊരു 50 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എനിക്ക് 52 വയസ്സായി. ഞാനിതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ കുഴപ്പമില്ലാതെ എൻ്റെ സ്കിന്നിന് വലിയ കുഴപ്പവും റിങ്കിൾസ് ഒന്നും ഇല്ലാതെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം എപ്പോഴും ഞാൻ ഈ ഓരോ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ ഒരു എക്സസൈസിന് മൂന്നാമത്തെ നമ്മളൊരു മസാജാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിനെ ആ ഒരു കവിളൊക്കെ നല്ലതായിട്ട് സാഗ് ചെയ്യാതിരിക്കാനായിട്ടും കവിളൊക്കെ ഒന്ന് തുടുത്തു വരാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജാണ്. നമ്മൾ താഴേന്ന് തൊട്ട് വലിച്ച് മുകളിലേക്ക് കൊണ്ട് ടൈറ്റാക്കി നിർത്തുക, ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക, ഒന്ന് വലിച്ചെടുക്കുക, ഒന്ന് ഹോൾഡ് ചെയ്ത് നിർത്തുക. ഇത് ഒരു 5 സെക്കൻഡ് വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താം. എന്നിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇതൊരു 15 വട്ടം തന്നെ നമ്മൾ ചെയ്യുക. ഒരു കാര്യം പലതവണ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. ഒരു തവണ ചെയ്യുമ്പോഴല്ല, പല തവണ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. അതെല്ലാവരും മനസ്സിലാക്കുക. ഒരുപാട് പേര് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അവരെല്ലാം ഓരോരുത്തർ ചെയ്തു പോകുന്നത് ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരുപാട് പേര് എന്നോട് പറയാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരറിവ് മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇനിയും ചെയ്യാത്ത ആൾക്കാർ ഇതുപോലെ നിങ്ങൾ റൊട്ടീനായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതായത് 40 വയസ്സ് കഴിഞ്ഞവർ മസ്റ്റായിട്ടും റൊട്ടീനായിട്ട് എക്സസൈസും അതുപോലെ തന്നെ
തന്നെ എന്താണ് മസാജുകളും ഫേസ് പായ്ക്കും ഒക്കെ ഇട്ട് പോവുക. നിങ്ങളുടെ മുഖം എന്നും യങ്ങായിട്ടിരിക്കും. അതുപോലെ തന്നെ ഡൾനെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ മാറി നല്ല തിളക്കമുള്ളൊരു ചർമ്മം കിട്ടുകയും ചെയ്യും. മൂന്നാമത്തെ മസാജാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു മസാജ് കൈ രണ്ടും നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ പിടിച്ചതിന് ശേഷം ഈ താടിയുടെ മേളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ ആ ഒരു ചുണ്ടിന് ചുറ്റിനുമുള്ള ചുളിവുകളും അതുപോലെ തന്നെ സ്കിന്നൊന്ന് ടൈറ്റാക്കി നിർത്താനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജാണ്. ഇതും നമ്മളൊരു 15 വട്ടം തന്നെ ചെയ്തു പോവുക. അപ്പം ഞാൻ ഈ 15 വട്ടം പറയുന്നതിൻ്റെ കാര്യം, നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടണം അല്ലേ, നമുക്ക് വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണം, ബെനിഫിറ്റ് കിട്ടണം. അതിനായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ 2 കൈയും വെച്ച് ചെയ്തു. ഇനി അതേ ആ ഒരു പൊസിഷനിൽ തന്നെ നമ്മൾ കൈ വിരൽ വെച്ചതിന് ശേഷം 1 സൈഡ് ചെയ്ത് കൊടുക്കുക. 1 സൈഡ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഈ 1 സൈഡ് ഒരു 15 വട്ടം ചെയ്യുക. നെക്സ്റ്റ് സൈഡ് 15 വട്ടം ഇതേപോലെ തന്നെ മറ്റേ കൈ ഉപയോഗിച്ചും ചെയ്യുക കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു ചെടി കൊണ്ട് വെക്കുന്നു കടയിൽ നിന്ന്. ചെടി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. നമ്മൾ ചെടി വീട്ടിൽ കൊണ്ട് വെക്കുന്നു. വെച്ച് കഴിഞ്ഞ് നമ്മൾ വെറുതെ ചുമ്മാ മണ്ണും കൂട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചെടി ചിലപ്പം വളരുമായിരിക്കും, പക്ഷേ അതിൽ പൂക്കൾ വളരെ കുറവായിരിക്കും. 1-2 പൂക്കൾ മാത്രമേ എടുത്തുള്ളൂ. പിന്നീട് ഒന്ന് മുരടിച്ച് വരാൻ തുടങ്ങും. എന്തുകൊണ്ടാണ്? നമ്മളതിന് നല്ല വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ മാത്രമേ, നല്ലപോലെ സംരക്ഷിക്കുകയാണെങ്കിൽ മാത്രമേ ആ ചെടിയിൽ നിറച്ച് പൂക്കളുണ്ടാകത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ നമ്മുടെ സ്കിന്നിൽ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു മസാജ് കൈ ചുരുട്ടി പിടിച്ചതിന് ശേഷം മേളോട്ട് ടൈറ്റാക്കി മസാജ് കൊടുക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, മുഖത്ത് എന്തെങ്കിലും മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ, കോക്കനട്ട് ഓയിൽ, ഒലിവ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഹൊഹോബ ഓയിൽ അല്ലെങ്കിൽ ജൊജോബ ഓയിൽ, രണ്ടും ഒന്നാണ്, ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഫേസിൽ മസാജ് കൊടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ നമ്മുടെ കൈ ഓടുകയും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ചെയ്യുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന മൂലം നമ്മുടെ റിങ്കിൾസും ഫൈൻ ലൈൻസും കുറഞ്ഞു വരുന്നു. നല്ലൊരു തിളക്കം, മുഖത്തിന് നല്ല തിളക്കം കിട്ടുകയും ചെയ്യുന്നു. ഈ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മുടെ മുഖത്തിൻ്റെ തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഓൺ ദ സ്പോട്ടിനെക്കാട്ടും കൂടുതൽ പിറ്റേ ദിവസമായിരിക്കും നമ്മുടെ മുഖത്തിന് നല്ലൊരു തുടിപ്പും തിളക്കവും ഒക്കെ അനുഭവപ്പെടുന്നത്. അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു മസാജ്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഈ കാണിക്കുന്ന മസാജ് എല്ലാം നിങ്ങൾക്ക് അതുപോലെ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ 15 വട്ടമാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്ന മസാജ് നമ്മുടെ നെറ്റിയിലെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറാനായിട്ടും ഐബ്രോസൊക്കെ നല്ല ഷേപ്പായിട്ട് കിട്ടാനായിട്ടും ഒക്കെ ഉള്ളൊരു മസാജാണ്. ചുരുട്ടി പിടിച്ച് ചെയ്യുക. നമ്മൾ ഈ കാണിക്കുന്നതെല്ലാം നിങ്ങൾ 15 വട്ടം തന്നെ ചെയ്യുക. ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തു പോവുക. 40 വയസ്സിന് ശേഷം റൊട്ടീനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തുക. ആ സമയത്ത് നമ്മൾ ചെയ്യുക. എപ്പോഴും വൈകുന്നേരങ്ങൾ ചെയ്തിട്ട് കിടക്കുന്നതാണ് നല്ലത്. അതാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മസാജും ഞാൻ ഇന്നീ കാണിച്ച ഒരു ഫേസ് യോഗയും മസാജും ഒക്കെ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നോക്കി, നിങ്ങളുടെ മുഖം നല്ല തുടിപ്പായിരിക്കും, നല്ല തിളക്കമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. ഇനിയും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ, ഒരു 30, 35, 40 വയസ്സ് കഴിയുമ്പോഴത്തേനും ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ 30 വയസ്സ് തൊട്ട് ആർക്ക് വേണമെങ്കിലും ഈ ഒരു മസാജ് ചെയ്യാം. യാതൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ചില ആൾക്കാർ 35 വയസ്സുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 45 വയസ്സുള്ള ആൾക്കാരുടെ ഫേസ് പോലെ തോന്നും. കാരണം എന്താണ്, അവർ യാതൊരു കാര്യവും ഫേസിൽ ഒന്നും സൺസ്ക്രീമോ മോയ്സ്ചറൈസറോ ഒന്നും ഇടുന്നില്ല, ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്ത് പോകുന്നില്ല. അതുകൊണ്ടൊക്കെയാണ്. കാരണം എനിക്ക് മെസ്സേജ് വരുന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ചെയ്തു പോകുന്നവർക്കൊക്കെ ഈ പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ്. ഇനിയും നമുക്ക് ചെയ്യേണ്ട ഒരു മസാജ്, നമ്മൾ ടൈറ്റാക്കി കഴുത്ത് മേളിലോട്ട് ടൈറ്റാക്കി പിടിക്കുക. എന്നിട്ട് ഈ ഞാൻ കാണിക്കുന്ന പോലെ കൊണ്ട് ഇങ്ങനെ കാണിക്കുക കേട്ടോ. അതായത് നമ്മുടെ കഴുത്തിലെ മസിൽസ് സ്ട്രെച്ചായിട്ടിരിക്കാനായിട്ടും നമ്മുടെ മുഖത്ത് മാത്രമല്ല റിങ്കിൾസ് കഴുത്തിലും ഉണ്ടാകും. അത് കുറയ്ക്കാനായിട്ടുള്ള ഒരു എക്സസൈസാണ് ഇപ്പോൾ കാണിച്ചു തന്നത് കേട്ടോ. ഇതുമൂലം നമ്മുടെ കഴുത്ത് നല്ല ടൈറ്റായിട്ടിരിക്കും. എപ്പോഴും നമ്മൾ ചെയ്യുന്ന ഏതൊരു ഭാഗമാണ് ആ ഭാഗത്ത് നല്ല മസിൽസ് നല്ല കട്ടിയായിട്ടിരിക്കും. നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ജിമ്മിലൊക്കെ നമ്മൾ എന്താണ്, ലേഡീസും ജെൻസും ഒക്കെ ജിമ്മിൽ പോകുന്നുണ്ട്. എന്തിനാണ് പോകുന്നത്? നമ്മുടെ മസിൽസൊക്കെ ഒന്ന് ടൈറ്റ് ആക്കാനായിട്ട്, ലൂസായി കിടക്കുന്ന മസിൽസിനെയൊക്കെ ഒന്ന് ടൈറ്റ് ആക്കി നിർത്താനായിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത് അല്ലേ. ഇതുപോലെ തന്നെയാണ്. അത് ഫേസിൽ നമ്മൾ ആരും എത്ര ആ ഒരു ഇത് കൊടുക്കുന്നില്ല. ജിമ്മിൽ പോയാലും നമ്മുടെ ഫേസ് എക്സസൈസ് കൂടുതലും ബോഡിക്കല്ലേ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിൽ നമ്മുടെ ബോഡിക്ക് പോലെ തന്നെ ഫേസിൽ നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണെങ്കിൽ ഒരുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല യങ്ങായിട്ട് തന്നെ ഇരിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു ബോട്ടക്സ് ഇഞ്ചക്ഷനും വേണ്ട, ഒരു സ്കിൻ ഡോക്ടറെയും കാണണ്ട. നമ്മുടെ വീട്ടിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. അതിന് നിങ്ങളൊന്ന് സമയം കണ്ടെത്തിയാൽ മാത്രം മതി.
അപ്പം ഇപ്പം ഞാൻ കവിള് വീർപ്പിച്ച് കാണിച്ച ഒരു പിന്നെ എക്സസൈസും നിങ്ങൾ കുറേ നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം റിപ്പീറ്റ് ചെയ്യണം. അതും 15 വട്ടം. ഇനി നമ്മൾ മേളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം തന്നെ നമ്മുടെ സ്കിന്ന് സാഗിങ് ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന മസാജുകളാണ്. അതായത് നമ്മളെപ്പോഴും നമ്മുടെ താഴോട്ട് സ്കിന്ന് വരാതിരിക്കാനായിട്ട് മേളിലോട്ട് അപ്ലിഫ്റ്റ് ചെയ്ത് മസാജ് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ, അപ്ലിഫ്റ്റ് ചെയ്ത് തന്നെ മസാജ് കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ ഒരു മുഖത്തിന് നല്ല ഷേപ്പ് കിട്ടുന്നതും നമുക്ക് നല്ലൊരു തിളക്കമുള്ള സ്കിന്ന് കിട്ടുന്നതും കേട്ടോ. ഏത് പ്രായത്തിലും നമുക്ക് റിങ്കിൾസിനെക്കാട്ടുപരി നമ്മുടെ മുഖത്ത് നല്ല തിളക്കമുള്ള ചർമ്മം, ഇരുണ്ട ചർമ്മം ഇല്ലാതിരിക്കാനായിട്ടും ഡൾനെസ്സും ഡാർക്ക്നെസ്സും ഒക്കെ പോകാനായിട്ടും ഒക്കെ ഇതെല്ലാം ഇതിന് ഉപകരിക്കും കേട്ടോ. ഇനി നമുക്ക് അവസാനമായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പിങ്ങും പാറ്റിങ്ങും പിഞ്ചിങ്ങും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മുഖം ഒന്ന് വെറുതെ കഴുകി കളഞ്ഞതിന് ശേഷം നമുക്ക് കിടന്നുറങ്ങാം. രാവിലെ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തെ മാറ്റം കണ്ട് നിങ്ങൾ തന്നെ ഞെട്ടും. നമുക്കൊരു തുടിപ്പ്, നമുക്ക് ഒരു പാർലറിലും പോകാതെ തന്നെ നമ്മുടെ മുഖത്ത് നല്ല ഫ്രഷായിട്ട് നല്ലൊരു തിളക്കത്തോടുകൂടിയും നല്ലൊരു തുടിപ്പോടുകൂടിയും നമ്മുടെ മുഖം ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ പതിവായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് ഓർത്ത് നോക്കി നമുക്ക് എത്ര വ്യത്യാസമാണ് കണ്ടുവരുന്നതെന്ന്. അപ്പം ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് നമ്മൾ ചെയ്യുക. സ്ത്രീകൾ പ്രത്യേകിച്ച്, സ്ത്രീകൾക്കാണല്ലോ പ്രത്യേകിച്ച് സമയമില്ലാത്തത്, ഒരുപാട് ജോലിക്കാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത്, അവരൊക്കെ ഒന്ന് റൊട്ടീനായിട്ട് ചെയ്യുക. സമയം കണ്ടെത്തുക. നമ്മളെ നമുക്ക് നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും കാണത്തില്ല. അപ്പം നമ്മുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുക, വെള്ളം ധാരാളമായിട്ട് കുടിക്കുക. എല്ലാം ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.